അയ്യേ 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 കോപ്പിടി കോപ്പിടി. ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു ദി ചാനൽ ഗൈസ്. അപ്പോൾ എല്ലാവർക്കും മേരി ക്രിസ്മസ്, മേരി ക്രിസ്മസ്, മേരി ഹാപ്പി മേരി ന്യൂ ഇയർ, മേരി ക്രിസ്മസ്, ഹാപ്പി ന്യൂ ഇയർ ഗൈസ്. അപ്പോൾ ഇതാ ഇവനാണ് നമ്മുടെ സാന്റാക്ലോസ്. പുതിയതായിട്ട് ഇത് ആരാന്ന് നിങ്ങൾ ഗസ് ചെയ്യാം. ഇതിന് മുന്നേ ഞങ്ങൾ കണ്ടിട്ടുണ്ടോ ഗസ് ചെയ്യാം അല്ലേ? ഇതിനോട് ഒരു കുട്ടി സാന്റാക്ലോസ് ഉണ്ട്. ചുങ്കുരുവിനെ അവിടെ എത്തിക്കണേ ഗൈസ്. അപ്പോൾ നമ്മള് ക്രിസ്മസ് ആയിട്ടുള്ള ഇന്നത്തെ നമ്മളെ മെയിൻ പ്രോഗ്രാം എന്താ വെച്ചാൽ നമ്മളെ ഹിബ പറഞ്ഞൊരു മുഖ്യാതിഥി പറഞ്ഞു കൊടുക്കും. ക്രിസ്മസ് കേക്ക് ഡെക്കറേറ്റിംഗ് ചാലഞ്ച്. യെസ്, എന്താണ് അതുകൂടി പറഞ്ഞു കൊടുക്കേ? ക്രിസ്മസ് കേക്ക് ഡെക്കറേറ്റിംഗ് ചാലഞ്ച്. യാ, അതായത് നമ്മൾ ക്രിസ്മസ് കേക്ക് കൊണ്ട് നമ്മൾ കുറെ സാധനങ്ങൾ ഇവിടെ ഉണ്ടാവും. അത് വെച്ചിട്ട് നമ്മൾ ഡെക്കറേറ്റ് ചെയ്യാം. ഈ സമ്മാനം കിട്ടുന്ന ആൾക്ക് ഇന്റെ വകര് വലിയൊരു ആകർഷകമായ സമ്മാനം ഉണ്ട്. യെസ് ഗൈസ്, പിന്നെ നമ്മൾ ഈ വേഷാദി ഭൂഷാദികൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാം മറകളെ. പാട്ട് പാടാനോ പറഞ്ഞത്, ചലഞ്ച് കൊടുക്കാനോ പറഞ്ഞത്. മെറി ക്രിസ്മസ്, മെറി ക്രിസ്മസ്, മെറി ക്രിസ്മസ്, മെറി ക്രിസ്മസ്. ഇതാണ് നമ്മളെ ലിറ്റിൽ സാന്റാക്ലോസ്. ഇത് സാന്റ അല്ല, ഇത് കണ്ടിട്ട് ശാന്താണെന്നാ തോന്നുന്നത്. ശാന്തടിച്ചിന്റെ കയ്യില് ബാഗൊക്കെ ഉണ്ട്, പക്ഷെ ബാഗിലൊന്നും ഇല്ല. കണ്ട? അതെ അതെ അതെ, ബാഗ് കാലിയാക്കി വന്ന സാന്താക്ലോസ് ആണ്. അങ്ങനെ നോക്കൂ, നമ്മള് ലിറ്റിൽ ശാന്ത വന്നിട്ട്, ശാന്തല്ല ലിറ്റിൽ സാന്ത വന്നിട്ടുണ്ട്. സാന്ത വന്ന് കാണിച്ചെടുത്തോ, ഡ്രസ്സൊക്കെ നോക്ക് സാന്തന്റെ എങ്ങനെയുണ്ട്. അയ്യോ അയ്യോ, നേരെ നേരെ നിക്കാൻ കഴിയാത്ത സാന്താക്ലോസാ. ഏത് ഷോക്സ് ഒക്കെ നമ്മളെല്ലാം ഷോക്സാ. യെസ് ഗൈസ്, അപ്പൊ ശാന്ത എല്ലാവർക്കും മേരി ക്രിസ്മസ് കൊടുക്കുക. ബാഗിൽ എന്താ ഉള്ളത്? ബാഗിൽ എന്താ സ്വർണ്ണൊക്കെ ഉണ്ട്. എല്ലാവർക്കും കൊടുക്കുക. ആരാ ഓരോ പാവം ചെയ്ത കൊടുക്ക്. ആരാ ക്യൂട്ടായിട്ടുണ്ടാവും എല്ലാരും കമന്റ് ചെയ്യണം. ക്രിസ്മസ് ഡ്രസ് എങ്ങനെ ഉണ്ട് പറയണേ. ഇങ്ങനെ ഉണ്ടെന്ന് എല്ലാരും കമന്റ് ചെയ്യണം ഗൈസ്. അങ്ങനെ നമ്മൾ 3 കേക്ക് തിരികെ എല്ലാവരും തിരികെ നിലത്ത് വെക്കണ്ട. അപ്പൊ ഗൈസ്, നമ്മൾ 3 കേക്ക് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതെ മതി അതായത് ഇനി നമുക്ക് ഇതാ ഇവിടെ അത്യുഗ്രൻ ഐറ്റംസ് ആണുള്ളത്. അപ്പൊ ഇനി കേക്ക് ചലഞ്ചിലേക്ക് കടന്നാലോ? അപ്പൊ കേക്ക് എത്തിച്ചിരിക്കുന്നാല് ഈ സാധനം എത്തിയിട്ടുണ്ട്. തുടങ്ങാം. ഓരോ കളർ ഓരോ റൗണ്ട് ആണ്. ഓക്കെ, അപ്പൊ ഒരു 5-6 റൗണ്ട് ഉണ്ട്. ഓക്കെ, നമുക്ക് ഫസ്റ്റ് റൗണ്ടിലേക്ക് കടന്നാലോ? ഓക്കെ, അപ്പൊ ഇത് ആരാന്ന് ഇപ്പൊ റിവീൽ ആവും. ഇനി മുതൽ നമ്മൾ ക്യാമറമാൻ എന്നല്ല വിളിക്കുന്നത്, ഇസു ബ്രോ എന്നാണ് വിളിക്കുന്നത്. എന്റെ പേര് ഇസു എന്നാണ്. ഓക്കെ, എല്ലാരും ഇപ്പൊ ഇസു എന്ന് താഴെ വന്നിട്ട് ലൈക്ക് ചെയ്യാട്ടോ. എന്തായാലും ബംഗു എന്നുള്ള പേരിനെക്കാട്ടി അടിപൊളിയാണ് അല്ലേ? എല്ലാരും മറക്ക. ഗൈസ്, അപ്പൊ നമ്മളെ ഫസ്റ്റ് റൗണ്ടിലേക്കാണ് നമ്മൾ ഇനി വരാൻ വേണ്ടി പോണത്. ഇതാ ഓക്കെ, എടുത്തോ. ഇപ്പൊ എന്തൊരു ആക്രാന്ത ഹിബ. റെഡ് ബോൾ. ഏതാ ഹിബ കിട്ടിയത്? റെഡ്. എനിക്ക് എന്താ കിട്ടിയത്? എനിക്ക് ഗോൾഡ് ബോളാ കിട്ടിയത്. നമുക്ക് എന്താ കിട്ടിയത്? ഇത് ഗൈസ്, എനിക്ക് ഗോൾഡ് ബോള്. റെഡ്. ഓക്കെ, ഇത് അടുത്ത റൗണ്ടിലേക്ക് വെക്കാം. അതൊന്നും അല്ല, ഇത് നമുക്ക് എപ്പോ വേണമെങ്കിലും കേക്ക് സെറ്റ് ആക്കാം. ഇത് എങ്ങനെയാണ് ഇതിന്റെ പരിപാടി? ഇത് വെച്ചിട്ട് ഇങ്ങനെ വരക്കാം. ഓക്കെ ഗൈസ്, അപ്പൊ ഇത് നമുക്ക് എപ്പോ വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് എപ്പോ വേണമെങ്കിൽ യൂസ് ചെയ്യാം. പക്ഷെ ഫസ്റ്റ് ഞാൻ തന്നെ യൂസ് ചെയ്യാൻ പോണേ. ഓക്കെ ഗൈസ്, അപ്പൊ ഞാൻ തുടങ്ങാണ്. ക്രിസ്മസിന്റെ കളർ മഞ്ഞയാണോ? എടാ, ഇത് ലവ് ആണ്. എന്റെ കണ്ട് കോപ്പി അടിച്ച് കൊറേ പൂച്ചകൾ ഇപ്പൊ ഇറങ്ങും കോപ്പി എല്ലാം അങ്ങനെയല്ല. അത് കൈമലിട്ട് നോക്കി നോക്ക്. ഫസ്റ്റ് ഇതിന്റെ ടേസ്റ്റ് ഒന്ന് നോക്കാം. നൈസ് മധുര. ഈ കേക്ക് ഡെക്കറേറ്റ് ചെയ്തിട്ട് ആൾക്കാർ ഇതിൽ കമന്റ് ചെയ്യും, ഹിബയുടെ കേക്ക് അടിപൊളി, ഇസുവിന്റെ കേക്ക് പൊളി, ഫസിയുടെ കേക്ക് പൊളി, അങ്ങനെ പറയിപ്പിക്കണം. ഓക്കെ ഓക്കെ, ഇവന്മാരൊക്കെ എന്താ ചെയ്യണേ? ഈ ബോൾസ് എങ്ങനെ ഇടാന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. ഈ കരുതി കൂടി ചെയ്ത എന്റെ കേക്കിന്റെ സൈഡിൽ അതുപോലെ ആക്കിക്കോ. ഈ കരുതി കൂടി ചെയ്ത് ഞാൻ കണ്ടേ. അല്ലെങ്കിൽ ഫസ്കാരെ കണ്ണു എന്താ തമാശ ആക്കല്ലേ? കരുതിക്കൂടി ചെയ്തേക്ക. എന്ത് തമാശ, എനിക്ക് അത്ര തമാശയായിട്ട് തോന്നിയില്ല കേട്ടോ. അത് നല്ലപോലെ ആർട്ടിസ്റ്റ് ആർട്ട്. ഞാൻ ഫസ്റ്റ് അടിക്കേണ്ടതാണ് ഗൈസ്. ഇനി എനിക്ക് ഫസ്റ്റ് ഇട്ടില്ലെങ്കിൽ ഞാൻ സമ്മതിക്കൂല കേട്ടോ.
കോടായ്മല്ലേ ഞാൻ എന്റെ ഫസ്റ്റത്തെ അപ്പൊ ഈ ഞാൻ പറയട്ടെ ഇന്നെ അങ്ങോട്ട് കാണിക്ക് ആ എന്താ പറയാ ക്രിസ്മസ് ആയോണ്ട് ചോപ്പ് ഈ ഗോൾഡ് ഇന്റേതാട്ടോ അത് ഞാൻ അവിടെ തന്നെ വെച്ചിട്ടുണ്ട്. എടാ ഇസുവിന്റെ നല്ല ഭംഗിയുണ്ട് പസിക്കാക്കിന്റെ രസമില്ല എന്തൊക്കെയോ വരച്ചേക്ക. കാര്യം പറഞ്ഞാ നമ്മളെ കേക്ക് മത്സരം എന്ന് പറയുന്നത് നമ്മള് ക്രിസ്മസ് തീമാട്ടോ, അത് നിങ്ങൾ ആലോചിക്കണം. അല്ല ഞാനൊരു കാര്യം പറയട്ടെ, ഇവിടെ എന്താ ഇവിടെ ഈ കേക്ക് ഉണ്ടാക്കാൻ പോക്കുണ്ടോ? സത്യം പറയടാ, കേക്ക് ഉണ്ടാക്കാൻ പോക്കുണ്ടോ? എന്താണ് ഗയ്സ് ഇവനത് ഹൈ പ്രൊഫഷണൽ. ഇതെന്താ നിങ്ങൾക്ക് ഇത്ര അടിപൊളിയായിട്ട് ചെയ്യണേ? ഓ കിട്ടില്ലോ എന്താ ചെയ്യാ നല്ല രസമുണ്ടല്ലോ ഗൈസ്. ഇവരൊക്കെ സീരിയസ് ആയിട്ടാണ്, ഞാനും സീരിയസ് ആയിട്ട് തന്നെ കേട്ടോ. ഇനി മുതൽ ഗൈസ് ഇതൊക്കെ ഇനി ഞാൻ കളി മാറ്റാൻ പോവാണ്. ഞാൻ ഇത് ഫുള്ളാക്കാം അത് കാണിച്ചു കൊടുത്തേ പിന്നെ കാണിച്ചു കൊടുക്കാം. എന്തുണ്ടാക്കി ഞാൻ ഇവിടെ ക്രിസ്മസ് ട്രീ ഉണ്ടാക്കുന്നത്, താനേതോ പെണ്ണിന് ക്രിസ്മസ് ട്രീയാ. ക്രിസ്മസ് ട്രീ ആണോ നോക്കും കണ്ടോ? ഇത് പിന്നെ ക്രിസ്മസ് ട്രീ അല്ലാണ്ട് പിന്നെ എന്താണ് ഇപ്പുറത്തെ വീട്ടിലുള്ള മറ്റേ തുളസിന്റെ അല്ലാണ് ബോഡി അവിടെ ഒന്നും ചേർക്കണ്ട. എന്താണ്ടാ വരച്ചിക്കണേ, തീരെ ഒരു ആർട്ടിസ്റ്റിക് മൈൻഡാലിറ്റി ഇല്ല. പിന്നെ ഗൈസ് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഇതില് കേക്ക് ഏറ്റവും അലമ്പാക്കിയ ആളെയും അന്ന് താഴെ കമന്റ് ചെയ്യണേ. കുറച്ച് ഓവറായാലേ എല്ലാരും ശ്രദ്ധിക്കൂ, മനസ്സിലായോ? ഓക്കെ ഗൈസ്, അപ്പൊ എന്തായാലും ഈ റൗണ്ട് കഴിഞ്ഞു, നമുക്ക് അടുത്ത റൗണ്ടിലേക്ക് കിടക്കാം. ഓക്കെ ഗൈസ്, അപ്പൊ അടുത്ത റൗണ്ട് എനിക്ക് എന്താ കിട്ടിയത്? എനിക്ക് സാന്റാ ഫേസ് ആണ് കിട്ടിയത്. ഇപ്പൊ സാന്റാവടി ഗൈസ്, നമ്മളെ ക്യാമറയിൽ സാന്റാവടി. എനിക്ക് റെഡ് ബോൾസ് 2. റെഡ് ബോൾസ് 2. എനിക്ക് സാന്റാ ഫേസ്. ഇഷ്ടപ്പെട്ടില്ല? ആ ഗൈസ്, ഇനിയിപ്പോ ഇന്റത് നമുക്ക് നോക്കി നോക്കാം. എനിക്ക് സാന്റപ്പന കിട്ടിയോ? സാന്റപ്പന ഇപ്പൊ ഇവിടെ വെക്ക. ഓക്കെ ഗൈസ്, അപ്പൊ ഞാൻ സാന്റപ്പന വെച്ചു കേട്ടോ. അല്ല അസ്ക, ഞാൻ എന്റെ സ്വർണ്ണമോതിരം ഊരി തരാം. ഇതിപ്പോ മേസ്ത്രിപ്പണി ഇതൊക്കെ മാറ്റിക്കോ. പോയി കഴിഞ്ഞ് പോയി പറയാൻ നിൽക്കണ്ട. ഞാൻ മോനെ ഓ കുട്ടപ്പനാശാരി മനസ്സിൽ വിചാരിച്ച് റീഗയാണ്. ക്യാമറമാൻ ഇതെന്താ ശങ്കരാടി ഒരു ഫിലിമില് വടി പിടിച്ചിട്ട് അതുപോലെ മാത്രം കെട്ടിട്ട് എന്താക്കാനാ? എടാ വടിയില് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ ഈ വടി വെച്ചിട്ട്. ഈ വടി എനിക്ക് കിട്ടാണ് ഞാൻ എന്താ ചെയ്യാന്നറിയോ? ഇതിന്റെ നടുവിൽ അങ്ങ് കുത്തിയിട്ട് അതിന്റെ മേലെ കുറച്ച് ക്രീമൊക്കെ വെച്ച് ഒരു 3-4 ക്രീം ഇങ്ങനെ ഗോപുരാക്കി വെക്കായിരുന്നു. അല്ല ഇവ അങ്ങനെയല്ല ശത്രു അല്ലേ. അടുത്ത റൗണ്ടിലേക്ക് പോകാം ഗൈസ്. ഫസ്റ്റ് ചളി ഒന്ന് കേൾക്കാം. കേക്ക് കൊളാക്കാനുള്ള പരിപാടിയാണ്. ഓക്കെ, എന്താ കിട്ടിയ? കിറ്റ്കാറ്റോ ഗൈസ്? എനിക്ക് ജെംസാ കിട്ടിയത്. ഓക്കെ, അടിപൊളി. ഹിബക്ക് എന്താ കിട്ടിയ? കിസ്സസോ? ഓക്കെ ഹിബക്ക് ഞാൻ കിസ് തരാം. എന്റെ കിസ്സസ് ഞാൻ എടുക്കട്ടെ. വേണ്ട, എന്നാ ഹിബക്ക് കിസ്സസ് കൊടുക്കാം നമുക്ക്. ഇതാ രാത്രി ഞാൻ തരാം വേറെ കിസ്. അതിന് ബാലൻസ് എന്താ? ജെംസ് വെച്ചിട്ട് നമുക്ക് ഇനി ഒരു ഇങ്ങനെ തന്നെ വെച്ചാലോ? അയ്യേതെന്താ ശല്യങ്ങൾ. ഓക്കെ, നമ്മളെ കേക്ക് ഇവിടെ സെറ്റായി മാറുന്നുണ്ട്. ഓക്കെ, ഇതൊക്കെ ഇവിടെ കുറച്ച് ഫിറ്റ് ചെയ്യാം. പറഞ്ഞിരുന്നല്ലോ ഞാനിതൊരു പ്രോപ്പർട്ടി ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്, നിങ്ങളുടെ പോലെ ക്രിസ്മസ് ട്രീ. നോക്കട്ടെ, സെപ്റ്റംബർ 2025 വരെ ഉണ്ട്. സീരിയസ് ആട്ടാ. അതെ, ഇതൊക്കെ ഇവിടെ നോക്കി ചെയിനൊക്കെ എന്താണ്? കമ്മത്തിലേനോ?
കമ്മത്തിലേക്ക് ചെയിൻ കൊടുക്കാണ്ട്. Oh my God. ഓക്കെ, നമ്മളെ വാശി കയറിയ 2 റൗണ്ടാണ് ഹിബ കഴിഞ്ഞിട്ടുള്ളത്. എന്താ നമുക്ക് പറയാനുള്ളത്? ഈജിപ്ത് ഉണ്ടാക്കിയ കുട്ടിയാലേ റെഡി ആവുള്ളൂ, അടുത്തും കൂടി കിട്ടണം. അടുത്ത കിട്ടിയാലേ സെറ്റ് ആവുള്ളൂ. പിന്നെ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഞാൻ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്തത് ക്രിസ്മസ് ആണ്, ക്രിസ്മസ് തീം. അപ്പൊ ഞാൻ അങ്ങനെയാണ് ഇടുക. യെസ്, ഞാനും ക്രിസ്മസ് തീമാണ്. അതിനെക്കൊണ്ടാണ് ഞാൻ അവിടെ ക്രിസ്മസ് ട്രീ വിത്ത് റെഡ് കളർ. എവിടെ ക്രിസ്മസ് ട്രീ? ഇതാ ഇത് ക്രിസ്മസ് ട്രീയാ. ഇത് ക്രിസ്മസ് ട്രീയാ? എഴുതി വെച്ചോളൂ, എഴുതി വെച്ചു. എഴുതി വെക്കാം. ഓക്കെ, ഇവിടെ എഴുതി തരണോ? വേണ്ട. നേരത്തെ ഇന്ത്യ കരുതി കൂടി തട്ടിയതാ. ഈ ഒരു ചാർജ് അടിക്കണ്ട. അടുത്ത റൗണ്ട് ആണ്. ഓക്കെ ഓക്കെ, ഞാൻ വന്നു. എനിക്ക് റെഡ് ബോൾസ് എനിക്ക് ബെൽ ഗോൾഡ് ആണ് കിട്ടിയിട്ടുള്ളത്. സിൽവർ വയർ, മാരക സാധനം. എനിക്ക് നല്ല ഗോൾഡൻ ഇതാണ് ഇത് സെറ്റ് ആയിരുന്നു. ഇതിനു വേണ്ടി ജിങ്ക ഇത് എവിടെ റെഡ് ബോൾസ് ഇതാണ്. ഭഗവാൻക്ക് എന്നോട് എന്തെങ്കിലും ദേഷ്യമുണ്ടോ? എപ്പോഴും അത് അറിയണേ കഴിവുള്ളവല്ല, അല്ലെങ്കിൽ ലോകം അംഗീകരിക്കൂല. ഞാൻ ബെല്ല് ഇവിടെ സെറ്റ് ചെയ്തിട്ടോ. സൂപ്പർ നൈസായില്ലേ ഗൈസ്? അപ്പൊ ഇത് മണിയാണ് കേട്ടോ. ഇവള് കെമിസ്ട്രി മോളിക്യൂൾസ് ഒക്കെ ഇവിടെ ഉണ്ടാക്കി വെക്കുന്നുണ്ടോ? ഏതാണ് വൈബ് ഗൈസ്? എനിക്ക് എന്റെ കൈ വിറക്കി, എനിക്ക് ഒന്നും ചെയ്യാനില്ല. അതിനെക്കൂടി ഞാൻ കുറച്ച് ഗോൾഡൻ കൂടി എടുത്തിട്ട് സൈഡിൽ അടിച്ചു കൊടുക്കാം. തങ്കപ്പനാശാരിനെ ഞാൻ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് കുറച്ച് ഗോൾഡ് കൂടി അടിച്ചു കൊടുക്കണം. ഈ പെണ്ണുങ്ങളെ കേക്ക് ഉണ്ടാക്കാൻ പോയിക്കണോ? സത്യം പറയണ, ഇവരെ കോളേജിലൊക്കെ തന്നെയാണ് വിട്ടല്. കേക്ക് മേക്കിംഗ് ചലഞ്ചിനാണോ അവനെ വിട്ടത്? ഇവ കേക്ക് ഉണ്ടാക്കുന്ന കോഴ്സിന് പോയിട്ടുണ്ടോ? എനിക്ക് ഡൗട്ട് ഉണ്ട്. പെണ്ണുങ്ങളെ നാണം കെടുത്താൻ വേണ്ടി ഓരോരുത്തരും ഇറങ്ങിക്കോളും. അല്ലെങ്കിൽ അങ്ങ് നാണമാനൊന്നുമില്ല. ഈ ഉണ്ടായിരുന്നു അയ്യേ, ഒരു പെണ്ണിന്റെ നാണുള്ള ഒരാള് തൊള്ള തുറന്നാല് മറ്റേ വർത്താനം നട്ടാണ് ഡയലോഗ്. എന്നോട് പറയിപ്പിക്കണ്ട. എന്തായാലും സെക്കൻഡ് കിട്ടും, അതിന് കുഴപ്പ. അതിന് ഞാൻ ചേവനം, മനസ്സിലായി? ഇതിൽ ഇനിയും അലങ്കാരങ്ങൾ വരുന്നുണ്ട്. ഓളെ വിചാരേ അലങ്കാരപ്പണി ഞാൻ നിർത്തിയെന്ന മോനെ. ഇവന്റെ ശില്പി തന്നെ കേട്ടോ. ഒരു പെണ്ണിനൊക്കെ അവന് ഉണ്ടാക്കാൻ കൊടുക്കുമ്പോ അടിപൊളിയൊക്കെ ഉണ്ടാക്കും. ഒരു ശില്പി തന്നെ അല്ലേ ഇവ? പുതിയ പേര് വിളിക്കാം ഗൈസ്. അപ്പൊ നമ്മള് ഇസുവിന് പുതിയ പേരിട്ട് ഞാൻ ശില്പി ഷെട്ടി. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? പോരാ, വേറെ ഏതാ ഇവ? ശില്പൻ എന്നിട്ടല്ലേ? ശില്പൻ, ശില്പൻ ഇടാ. ആ പോരാ, ഇതൊന്നും ഉണ്ടായിരുന്നു. പാവാണ് ഗൈസ്, ഡാമേജ് ആയി. ഡാമേജ് ആയിട്ടോ. ഏതെങ്കിലും ബാൻഡേജ് ഉണ്ടെങ്കിൽ കൊടുക്കണം. ഡാമേജ് ആയി കിടക്കാണ്. സാരല്ലേ ഹിബ? ഓക്കെ, വിഷമിക്കണ്ട ഗൈസ്. ഈ ഹിബ കുറച്ച് ഷമ്മി കഴിഞ്ഞ ഹിബന്റെ കുറച്ച് എക്സ്പ്രഷൻ ഉണ്ട്. ആരും അറിയാതൊക്കെ വേണ്ടിട്ട് ഒരു എക്സ്പ്രഷൻ. എല്ലാവർക്കും അറിയാം. കുറെ കാര്യം ഇവരെന്നെ കാണാൻ തുടങ്ങിയിട്ട്, മനസ്സിലായോ? ഓക്കെ ഗൈസ്, നമുക്ക് വാശിയേറെ പോരാട്ടെ. ഓക്കെ ഗൈസ്, നമുക്ക് വാശിയേറെ ചെയ്യണം. അടുത്ത റൗണ്ട് കിട്ടി. ഗൈസ്, എനിക്ക് വാഫിൾസ് ആ കിട്ടിയിട്ടുള്ളത്. നമുക്ക് ഏതാ? കളർ ലൈൻസ് ആണ് നമ്മളെ ക്യാമറമാന് കിട്ടിയിട്ടുള്ളത്. നമുക്ക് ഏതാ? ഹിബക്ക് ഡെസിഗ്നേറ്റ്. ഹിബന്റെ വായിക്കണം. ഹിബത് വായിക്കാനാണ്. ഡെസിക്കേറ്റഡ് കോക്കനട്ട്. ഇതൊക്കെ ഇപ്പൊ ബുദ്ധിയൊക്കെ ഉണ്ട്. എനിക്ക് വാഫിൾസ് കൊണ്ട് ഏറും കളിയാണ് ഞാൻ മനസ്സിലാക്കാം. നല്ല തേങ്ങ വീട്ടിൽ ആരോ ചെറിയ. You guys are gonna screw man. I wish to make a request. റേഡിയോ ആക്റ്റീവ് ഇതിന്റെ മരത്തിലൊക്കെ മഞ്ഞ് വീണുണ്ടോ ഇലു? മനസ്സിലായോ? ഈ കേക്ക് കിട്ടുന്ന ആൾക്കാർക്ക് വെയ്ഫിൾസ് തിന്നിട്ട് തുടങ്ങാം. കേക്ക് തിന്നുന്ന ആൾക്കാരെ വയറ് നിറഞ്ഞാൽ പോരാ, മനസ്സ് നിറയാം. അതിന് വേണ്ടിയിട്ടാണ് വെയ്ഫിൾസ് കൊടുക്കുന്നത്. വെയ്ഫിൾസ് ഫ്രീ ആണ്, മനസ്സിലായി? ഓക്കെ, ഒരു കഴിവുള്ള ഒരാള് കൊളാവും ബസ്കാകന്റെ അല്ലേ? എവിടെ മോളെ? ഇത് കൊളാവാന്നല്ല പറയാം. ഇതിനാണ് നമ്മൾ ലാവിഷ് ആയിട്ട് ചെയ്യാൻ പറയാം. എനിക്ക് പിസ്കത്തരല്ലേ. ഓക്കെ, നമ്മൾ സെറ്റ് ചെയ്താലോ? കൂടി ഭയങ്കര ടൈപ്പിലാണ് നിൽക്കുന്നത്. ഹിവ പിന്നെ ഓൾറെഡി ഫസ്റ്റ് അടിച്ചിട്ടുണ്ട് ലാസ്റ്റ് ഒന്നും. അപ്പൊ എന്തായാലും നമുക്ക് അടുത്ത റൗണ്ടിലേക്ക് കടക്കാം. ഓക്കെ, ഓക്കെ, എടുത്തെടുത്ത ഹിവ. ഗോൾഡ് ഫ്ലേക്സ്.
കിങ്സ് ഇതൊന്നും ലൈറ്റ്സ് ഒന്നും ഇല്ലേ? ഗോൾഡ് ഫ്ലേക്സ് മാത്രമേ ഉള്ളൂ. കിട്ടി. എടാ, Yes! Super സാധനം കിട്ടി. എടാ. ക്രിസ്മസ് ട്രീ. Oh my God! Guys, നമുക്ക് 2 സ്റ്റാർ കിട്ടിയത്. ഇസുന് വലിയ മരം കിട്ടി. ഇനി പെരക്കു വേണ്ട പിടിക്കു വേണ്ട. എങ്ങനെയുണ്ട്? പക്ക ക്രിസ്മസ് വൈബ് ആയതാന്നുള്ള നിങ്ങൾ ഇപ്പൊ തന്നെ കമന്റ് അടിക്കണം. എന്താ ഹിബ അത് ചെയ്യണത്? എന്നാ ഇത്? എന്താ ഇത് ഗൈസ്? ഗോൾഡ് വീഡിയോ എന്താ ഇതാ ഗൈസ്? അപ്പൊ ഇനിയുള്ളത് 2 മേരി ക്രിസ്മസ് ആണ്. ഇതിൽ 3 ഇല്ല, ഇപ്പൊ 2 അപ്പൊ ആരെങ്കിലും 2 ആൾക്കേ കിട്ടുള്ളൂ. അപ്പൊ നമ്മൾ എങ്ങനെ സെലക്ട് ചെയ്യാൻ ഒരാൾ ഒഴിഞ്ഞാ മതി. ഇല്ല അല്ല, ബങ്ക് ഒരു ചോദ്യം ചോദിക്കാം. അതിൽ ആരാണോ 2 ആൾക്കാർ ശരി ഉത്തരം പറഞ്ഞാൽ അവർക്ക് കിട്ടും. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് രണ്ടാക്കും വേണം എടുത്തോ. അല്ലെങ്കിൽ ഇത് കിട്ടിയാൽ ഇപ്പൊ ഹിബ വലിയ മല മറിക്കോളെ കേക്കൊന്ന് നോക്കിയേ. മോനെ ഇത് എനിക്ക് തന്നാളാ. ചോദ്യം ചോദിക്കട്ടെ. ഓക്കെ, ഇനി ഊരി തരാ. കരിസ്മ ചോദ്യം ചോദിക്കാൻ വേണ്ടി പോവാണ്. ഓക്കെ, ചോദിച്ചോടാ. ചോദിക്കട്ടെ. ഇന്ത്യന്റെ ഫസ്റ്റ് പ്രസിഡന്റിന്റെ പേര്? ഇന്ത്യന്റെ ഫസ്റ്റ് പ്രസിഡന്റോ? രാമേന്ദ്ര പ്രസാദ്. പ്രസാദ് ഇല്ല, നല്ല കറക്റ്റ് പേര് രണ്ടാളും പറഞ്ഞു. രാജേന്ദ്ര പ്രസാദ്. ഹിബക്കും ഇവനക്കും അടുത്ത ചോദ്യം കിട്ടുമ്പോ കിട്ടുന്ന ഞാൻ കറക്റ്റ് ഗൈസ്. ഞാനൊന്ന് ആഗ്രഹിച്ച തെച്ചിക്കോട്ട് രാമേന്ദ്രൻ. അത് തൃശ്ശൂരിൽ ആനന്റെ പേരാ. ഏതാ ആനന്റെ പേരൊക്കെ പ്രസിഡന്റിന്റെ പേര് ഇവ പറയാലോ. പിന്നെ രാമേന്ദ്രന്റെ അതെ അന്റെ കമ്മിറ്റി പ്രസിഡന്റിന്റെ പേരില്ല, ഇന്ത്യന്റെ പ്രസിഡന്റിന്റെ പേരാ. മനസ്സിലായോ? രാജേന്ദ്രന്റെ പൊടി എനിക്ക് അറിയാം, ഞാൻ പറയണ്ടത്. അല്ല, ഞാൻ പറഞ്ഞ ഫസ്റ്റ് കേട്ട് കോപ്പി അടിച്ച് പറഞ്ഞു. ഇന്ത്യ കോപ്പി അടിച്ച് പറയാൻ ഉളുപ്പുണ്ടോ? ഞാൻ അവസ്ഥ തുടങ്ങിയല്ലേ, ഓനെ അറിയ കൂടി. ഞാൻ കേട്ട് പറഞ്ഞല്ലേ. അവിടെ പാട്ട് പാടുന്നില്ല, പ്രസിഡന്റിന്റെ പേര് പറയാനാ പറഞ്ഞു. അവിടുന്ന് രാരാ രാമ രാമാനെന്ന് പറഞ്ഞു. എന്താ കാര്യം? അപ്പി കേക്ക് കൂടുതൽ ഡെക്കറേറ്റീവ് ആക്കും. ഇവിടെ നല്ലൊരു സ്കോപ്പ് ഉണ്ട് കണ്ടോ? അല്ലെങ്കിൽ വേണ്ട ഇവിടെ ക്രിസ്മസ്. അടുത്ത ചോദ്യം ചോദിക്കേ. അടുത്ത ചോദ്യം ചോദിക്കട്ടെ. ഇന്ത്യയിലെ ഏറ്റവും നീളമുള്ള നദി? യമുന. യമുന അല്ലല്ലേ? നീളമുള്ള നദിയാ ഏതെങ്കിലും വെറുതെ പറഞ്ഞാലേ. ബ്രഹ്മപുത്ര. ബ്രഹ്മപുത്ര വെറുതെ പേര് പറഞ്ഞാൽ കിട്ടാം. കേട്ടുണർന്നു ഹൃദയമംഗളം. അങ്ങനെ വിഭക്ക് കിട്ടണ്ട. ഇത് വീട്ടിൽ അങ്ങനെ ഒരാളുടെ കട്ടെടുത്ത് ആൻസർ പറഞ്ഞ അങ്ങനെയൊക്കെ ഉണ്ടോ? മോനെ സുബുദ്സലാമില് പഠിച്ചിട്ട് എല്ലാം അരിക്കോട് സുബുദ്സലാമിലെ പ്രാഗാനെ പഠിപ്പിച്ചത്. സുബുദ്സലാമല്ല, സുബുലുസലാം. ഓക്കെ, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ കൊല്ലം 1947. എല്ലാവർക്കും അറിയുന്നതല്ലേ? ആറ് ചോദ്യം ചോദിക്കാ. അല്ല ഞാൻ ചോദ്യം ചോദിക്കാം. ഇപ്പൊ ഞാൻ ചോദ്യം ചോദിക്കാം. ഓക്കെ ആണല്ലോ? ഓക്കെ, എന്നാ ഞാനാണ് ഇത് ചോദ്യം ചോദിക്കാൻ വേണ്ടി പോണത്. അതായത് ഒരു പൂച്ചന് മുന്നില് ഒരു സാധാരണ മദ്യം ഒരു ഉണക്കമത്തി വെച്ചാല് പൂച്ച ഏത് മത്തി എടുക്കും? ഏതെടുക്കാം? ഒറിജിനൽ മത്തി. ഗൈസ് ഇവ പറഞ്ഞത് തെറ്റാ. ബിക്കോസ് ഉണക്കമത്തി പ്ലാസ്റ്റിക്. സോറി ഇവ, ഞാൻ ഉണക്കമത്തിയെ പ്ലാസ്റ്റിക്കിനെ കൊണ്ട് ഉണ്ടാക്കിയതായിരുന്നു. ഫോട്ടോ ആയിരുന്നു. ഞാൻ അങ്ങനെ സ്കൂളിലൊന്നും പഠിച്ചില്ല. സോറി. അല്ലെങ്കിൽ സ്കൂളിൽ പഠിച്ചിട്ടില്ല. ഇവിടെ സ്കൂളിൽ പഠിക്കുന്നത് എന്തിനാന്നറിയോ? സ്കൂളിൽ വലിയൊരു മാവുണ്ട്, അതിൽ പോയി കല്ലെറിഞ്ഞ് മാങ്ങ പറക്കാൻ വേണ്ടി പോണത് അവള് അല്ലെ? ഈ ഇങ്ങനെന്ന് പറഞ്ഞതല്ലേ. പിന്നെ ബദാമുണ്ട്, ഇവള് ബദാമിന്റെ ഫുട്ബോൾ കളിക്കാൻ ഒരു സ്കൂളിൽ ഫുട്ബോൾ വാങ്ങാനുള്ള പൈസ ഇല്ലേ? ഇവള് ബദാമോണ്ടാണ് ഫുട്ബോൾ കളിക്കുക. അമ്മയുടെ ടീമാണ് അവര്. അത് ഞാൻ പറഞ്ഞേ. ഓക്കെ, സെറ്റാണ്. പിന്നെ അതുപോലെ തന്നെ ഇവര് നമ്മള് ഗുണ്ടസർ കളിക്കില്ലേ, ഏത് ഐസ്ക്രീമിന്റെ ബോളില്. അവൾക്ക് ഐസ്ക്രീം വാങ്ങാൻ പൈസ ഇല്ല, ജാതിക്ക വെച്ചിട്ട് അറിയാ. അമ്മരി പാട്ടാടി ഈ അതെ
അത് ജാതിക്കത്തോടെ ഇറങ്ങിയത് ഇവിടെ 2018 ഞാനാ. ഇവളെപ്പോഴാ പഠിച്ചത് അവിടെ? ഇവൾക്ക് ഇപ്പൊ 30 വയസ്സാവാനായി. അമ്മായിക്ക് പറഞ്ഞ എത്ര കാലം പറയണ എനിക്ക് 30 വയസ്സായില്ലാന്ന്. എത്ര വയസ്സായില്ലെന്ന് എല്ലാവരും അറിയൂല, റിയൽ വയസ്സ് അറിയൂല. അങ്ങനെ 30 റിയൽ വയസ്സ് പറയണം. ഞാൻ പറയൂല. നല്ല ഇറക്കി വെച്ചോ. നോക്കട്ടെ ഞാൻ നോക്കട്ടെ. ഇവ ചെരിഞ്ഞ് മോഹൻലാലേട്ടന്റെ പോലെ ലാലേട്ടന്റെ പോലെ ഇടത്തോളിന്ന് ചെരിഞ്ഞ് ആ ലുക്കില് വെച്ചത് ഇന്റത് നല്ല രസമുണ്ട് ഇപ്പൊ കാണാന്. നോക്കട്ടെ അതെന്താ ഈ അങ്ങനെ ആക്കി വർത്താനം. എന്ത് വർത്താനം അത് ഒന്ന് ആക്കി വർത്താനം. ജസ്റ്റ് നമ്പർ 1. അപ്പൊ ഇന്റത് ക്രിസ്മസ് തീം കേക്ക് ആണ് ഞാൻ ഉദ്ദേശിച്ചത്. ഞാൻ ഇവിടെ കിസസ് വെച്ചിട്ട് ആ, അതിന്റെ തലയില് ഞാൻ സമയം വരുമ്പോ സംസാരിക്കും. കിസസ് വെച്ചിട്ട് അതിന്റെ മുകളിൽ ഇതാ പച്ച വിപ്പിംഗ് ക്രീം എനിക്കൊരു 10 സെക്കൻഡ് വേണം. എനിക്കൊരു 10 സെക്കൻഡ് വേണം. പോയി കാണുന്നത്. എന്നിട്ട് അതിന്റെ മുകളിൽ ക്രിസ്മസിന് മഞ്ഞ് വീഴല്ലോ, അതാണ് മഞ്ഞ്. പിന്നെ ഇതാ ഇത് ഈ ക്രിസ്മസിന്റെ ബോളാണ്. പിന്നെ ഇതാ മണി തൂക്കി. ഇതൊക്കെ വീട്ടിൽ പോയി പറഞ്ഞു. ഞാൻ ചാമക്കാലാണ് ചാമക്കാല. പിന്നെ നമ്പർ 2 ആണ് ടെസ്റ്റ് നമ്പർ 2 പ്രസന്റ്. അപ്പൊ നോക്ക് എന്റെ ഫസ്റ്റ് തന്നെ എന്റെ മുമ്പിൽ നിന്നുള്ള ഭാഗമാണ് നമ്മൾ ഷോ ആയിട്ട് കാണിക്കുന്നത്. നോക്ക് ഇവിടെ നോക്ക് ക്രിസ്മസിന്റെ ഏറ്റവും വലിയ ഇതെന്ന് പറയുന്നത് ഒരു മണിയും പിന്നെ ഒരു സാന്റ, അതായത് ബോൾസും. അപ്പൊ ഇത് മണി, ബെല്ല്, പിന്നെ മണികള്, പിന്നെ സാന്റാക്ലോസ്, പിന്നെ സ്റ്റാർ ഒക്കെയാണ് ക്രിസ്മസിന്റെ മെയിൻ സാധനങ്ങൾ. അപ്പൊ ഞാൻ ഇവിടെ 2 സ്റ്റാർ വെച്ചിട്ടുണ്ട്. നോക്ക് ഈ സ്റ്റാറിന്റെ ഉള്ളിൽ വേറെ സ്റ്റാർ ഉണ്ട്. അപ്പൊ ഇത് സ്റ്റാർ ഗാലക്സിയാണ്. പിന്നെ ഇവിടെ സ്റ്റാറിന്റെ, പിന്നെ ഇതാ ഇത് ഞാനൊരു നല്ല സാന്റാക്ലോസ്. പിന്നെ ഇത് നോക്ക് ക്രിസ്മസ് മരമാണ് കണ്ടോ. ഈ വേഫിൽസ് വെച്ച് ഞാൻ മരം ഉണ്ടാക്കി. പിന്നെ ഇത് ചില്ലകള്, നടുവിലുള്ളത് എന്തെങ്കിലും ആയിക്കോട്ടെ. ചുവപ്പല്ല, പച്ച മരവും ചുവന്ന ലൈറ്റും ആണ്. ചുവന്ന ലൈറ്റ് ആണ് ഉദ്ദേശിച്ചത്. ഇത് ശരിക്കും ഒരു കുരിശാണ് കണ്ടോ. ക്രോസ് ആണ്, ഹോളി ക്രോസ് ആണ് ഞാൻ ചെയ്തിട്ടുള്ളത്. ഹോളി ക്രോസിന്റെ മേലാണ് ഞാൻ മേരി. പിന്നെ ക്രോസിൽ കുറെ വേറെ ആവശ്യമില്ലാത്ത കാലുകളൊക്കെ വെച്ചു കൊടുത്തു. ഇവിടെ 2 കാല് എന്തിനാ വെച്ചെന്ന് വെച്ചാൽ കുരിശ് നിൽക്കാൻ വേണ്ടിട്ടാണ്. ബിക്കോസ് അല്ലല്ല ഹിബക്ക് 2 കാലുണ്ടല്ലോ. ഹിബ കുരിശല്ലേ. ഹിബ നിക്കണെങ്കിൽ ഹിബക്ക് 2 കാല് വേണല്ലോ. അതുപോലെ തന്നെ ഈ കുരിശിൽ നിക്കണെങ്കിൽ 2 കാല്. അല്ലല്ല അപ്പൊ ശരിക്കുള്ള കുരിശുണ്ടല്ലോ. കുരിശ് ഇയാണ്. ഇത് ഡ്യൂപ്ലിക്കേറ്റ് കുരിശ്, ഇത് ഒറിജിനൽ കുരിശ്. ഓക്കെ. അപ്പൊ ഇതൊരു കുരിശിങ്കൽ ഫാമിലി. നിങ്ങൾ എനിക്ക് എന്തായാലും വോട്ട് ചെയ്യണം. അപ്പൊ എനിക്ക് വേണ്ടി വോട്ട് ചെയ്യണം. നമ്പർ 3. ഇതിനിപ്പോ ഇവിടെ ഒരു മരണ്ട്. ഇത് ക്രിസ്മസിന്റെ ബേസ്. പിന്നെ ഇവിടെ ഇങ്ങനെ ഒരു മഞ്ഞ റിംഗ് ഉണ്ട്. അതിന് പ്രത്യേകിച്ച് പ്രസക്തി ഇല്ല. പിന്നെ ഇവിടെ ഒരു സിൽവർ റിംഗ് ഉണ്ട്. അതിന് ഇതിന് പ്രത്യേകിച്ച് അർത്ഥമില്ല. കിരിക്കാറ്റ് ഉണ്ട്. അതിന് തീരെ അർത്ഥമില്ല. ഇവിടെ ഈ ലൈൻസ് കാണുന്നില്ലേ, അതിന് വലിയ അർത്ഥമില്ല. പിന്നെ ഇതെന്താ ഈ ഒരു മാല പോലുള്ള ഡിസൈൻ ഇതല്ലേ? അതിന് പ്രത്യേകിച്ച് അർത്ഥമില്ല. അല്ല അതില് അതെന്താന്നറിയോ, അതായത് നമ്മളെ തത്വശാസ്ത്രത്തിൽ ഒരു മുനി ഇതായിരുന്നു. അങ്ങനെ പോകുമ്പോ സീ മോർ കമന്റ് ആണ്, സീ മോർ. ഞാൻ നോക്കിയാലേ കിട്ടും. ഓക്കെ സെറ്റ് അല്ലേ? ഓക്കെ. അപ്പൊ എന്തായാലും ഗൈസ് താഴെ കമന്റ് ചെയ്യാൻ ആരാണ് ജയിച്ചെന്നുള്ളത് അല്ലേ? ക്രിസ്മസ് തീമിൽ ആരാ ജയിച്ചെന്ന് പറയണേ. ക്രിസ്മസ് യെസ്, മുന്നിൽ ക്രിസ്മസ് തീമും ബാക്കിൽ കൂൾ ബാർ ഇതുണ്ട്, ടീമും ഉണ്ട്. അങ്ങനെയുള്ളതും കമന്റ് ചെയ്തോ അല്ലെ? പിന്നെ അപ്പൊ എന്തായാലും നമ്മൾ ക്രിസ്മസ് കഴിഞ്ഞപ്പോ എല്ലാവർക്കും നമ്മളെ ക്രിസ്മസ് ആൻഡ് ന്യൂ ഇയർ ആശംസകൾ. അപ്പൊ എല്ലാരും ഈ ഒരു ഇയർ അടിപൊളി ആവട്ടെ, ഈ ക്രിസ്മസ് പൊളി ആവട്ടെ എന്ന് ആശംസിക്കുകയാണ്. സബ്സ്ക്രൈബ് ബെൽ ഐക്കൺ അടിച്ചു പിടിക്കാം. മറ്റൊരു വീഡിയോ